വഖഫ് ഭേദഗതി സംബന്ധിച്ച് സുപ്രീംകോടതി ഇടപെടലിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. പാർലമെന്റിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതിക്ക് അധികാരമില്ലെന്നും ആണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. വഖഫ് നിയമ ഭേദഗതിയിൽ തൽസ്ഥിതി തുടരണമെന്ന സുപ്രീംകോടതി വിധിയെ ചോദ്യം ചെയ്താണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി പോലും സ്റ്റേ ചെയ്യാനുള്ള അധികാരം സുപ്രീംകോടതിക്കില്ലെന്ന് കേന്ദ്രം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇത്തരം നടപടികൾ പാർലമെന്റിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ പൂർണ്ണമായും തള്ളണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തെയും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ എതിർക്കുന്നു. വഖഫ് സ്വത്തുകളിൽ 116% വർധനവാണ് ഉണ്ടായത്. 2013 ശേഷം 20 ലക്ഷം ഹെക്ടറിന് മുകളിൽ ഭൂമിയാണ് വഖഫ് സ്വത്തുകളായത്. ഇത് ഞെട്ടിക്കുന്ന കണക്കാണെന്ന് കേന്ദ്രം പറയുന്നു. വൻതോതിൽ സ്വകാര്യ സർക്കാർ സ്വത്തുകൾ വഖഫായി മാറിയെന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി കണ്ടെത്തിയതായും സർക്കാർ അറിയിച്ചു. 2025 സെപ്റ്റംബർ 5 വരെ സംയുക്ത സമിതിക്ക് ലഭിച്ച ഡേറ്റ പ്രകാരം 32 നഗരങ്ങളിൽ 25 എണ്ണത്തിൽ നിന്ന് ആകെ 5975 സർക്കാർ സ്വത്തുകൾ വഖഫ് സ്വത്തുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നു. വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ തൽക്കാലം നിയമിക്കരുതെന്ന കോടതി നിർദ്ദേശത്തെയും കേന്ദ്രം എതിർത്തു. 22 അംഗ വഖഫ് കൗൺസിലിൽ നിയമ ഭേദഗതി അനുസരിച്ച് 4 പേർ മാത്രമാണ് അമുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ കൗൺസിലിൽ അമുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണെന്നാണ് കേന്ദ്രവാദം. ലോകവ്യാപകമായി വഖഫ് സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ ഫലപ്രദമായ നടത്തിപ്പിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾക്കൊള്ളിക്കുന്നതിൽ യാതൊരു ഏകപക്ഷീയതയില്ലെന്നും കേന്ദ്രം വാദിക്കുന്നു. മാത്രമല്ല, വഖഫ് ഭേദഗതിക്ക് ശേഷം അനീതി നേരിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ആരും പരാതിയുമായി എത്തിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസ് മെയ് 5 പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.